എല്ലാവർക്കും നമസ്കാരം. കേരള പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ആവാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇതാ എത്തിക്കഴിഞ്ഞു. പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ സബ് ഇൻസ്പെക്ടർ ട്രെയിനിയാണ് പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം. 28/11/2025 നവംബർ 28 തുടങ്ങിയ ആപ്ലിക്കേഷനാണ്. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഈ മാസം 31 ഡിസംബർ 31 മുന്നേ നിങ്ങൾ PSCയുടെ പ്രൊഫൈൽ വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. 2 കാറ്റഗറി നമ്പർ 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 446/2025 447/2025 2 കാറ്റഗറി നമ്പറാണ്, ശ്രദ്ധിക്കുക. പോലീസിലേക്ക് ആംഡ് പോലീസ് ബറ്റാലിയൻ സബ് ഇൻസ്പെക്ടർ ട്രെയിനിയാണ് നോട്ടിഫിക്കേഷൻ. പെൺകുട്ടികൾക്കും പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയവർക്ക്, അംഗവൈകല്യമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി വരുന്ന എല്ലാ ആൺകുട്ടികൾക്കും അപേക്ഷ അയക്കാൻ പറ്റും. 45,600 രൂപ മുതൽ 95,600 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന ഒരു പാക്കേജാണ്. ഒരു സ്ഥിര ജോലിയാണ്, യൂണിഫോം ജോലിയാണ്, കേരള പോലീസിലേക്കാണ്. വാക്കൻസിയുടെ കണക്ക് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസിയാണ്. ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. കറക്റ്റ് വാക്കൻസി അവർ പുറത്ത് വിട്ടിട്ടില്ല. ആൻറ്റിസിപ്പേറ്റഡ് അത്യാവശ്യം വാക്കൻസികൾ ഉണ്ടാവും. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, നേരിട്ടുള്ള നിയമനം തന്നെയാണ്. ഇപ്പോൾ 2 കാറ്റഗറി നമ്പർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 446 ആണെങ്കിൽ ഓപ്പൺ മാർക്കറ്റും 447 കോൺസ്റ്റബിളറിയാണ്. 2 നോട്ടിഫിക്കേഷൻസ് ആണ്. ഓപ്പൺ മാർക്കറ്റിലേക്ക് 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 21/94 11/2005 ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ SC/ST-കാർക്ക് 5 വർഷവും OBC-കാർക്ക് 3 വർഷം വരെ ഇളവും കിട്ടുന്നുണ്ട് വയസ്സിന്. കോൺസ്റ്റബിളറി ആണെങ്കിൽ 20 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. 21/89 11/2005 ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ്, ഡിഗ്രിയാണ് യോഗ്യത. ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ ഹൈറ്റ് 167 സെൻറ്റിമീറ്ററാണ് മിനിമം ഹൈറ്റ് വേണ്ടത്. 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് നിങ്ങൾക്ക് മിനിമം വേണം. 5 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം. SC/ST-കാരാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് മതി. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പിന്നെ 5 സെൻറ്റിമീറ്റർ എന്തായാലും ഉണ്ടാവണം. മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും. 6/6 റൈറ്റ് ഐ ലെഫ്റ്റ് ഐ, ഡിസ്റ്റൻറ്റ് വിഷൻ ഉണ്ടായിരിക്കണം. നിയർ വിഷൻ 0.5 ഉണ്ടായിരിക്കണം. പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ്, സ്ക്വിൻഡ് ഐ, ഫ്ലാറ്റ് ഫുട്ട്, നോക്ക് നീ, വെരിക്കോസ് വെയിൻ, പിന്നെ ഡിഫോം ലിംസ്, ടീത്തിൻ്റെ ടെസ്റ്റ്, സ്പീച്ചിൻ്റെ ടെസ്റ്റ്, പിന്നെ ഹിയറിംഗ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം പരീക്ഷയാണ്, അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കലാണ്. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റുകൾ ഞാൻ കാണിച്ചു തരാം. 100 മീറ്റർ റേസ് 14 സെക്കൻഡ് കൊണ്ട് ഓടിക്കയറുക. ഹൈ ജമ്പ് 133 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 458 സെൻറ്റിമീറ്റർ, ഷോർട്ട് പുട്ട് 610 സെൻറ്റിമീറ്റർ, ത്രോ ഇൻ ദ ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്ററും, റോപ്പ് ക്ലൈമ്പിങ് 366 സെൻറ്റിമീറ്റർ, പുള്ളപ്പ് 8 എണ്ണം 1500 മീറ്റർ 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ടും ഓടിക്കയറുക. അപ്പോൾ മൊത്തം 8 ഇവൻ്റ് ഉണ്ട്. ഇതിൽ 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ആയാൽ മതി. മിനിമം 5 എണ്ണം പാസ്സാവണം. അപ്പോൾ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബോണസ് മാർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവർക്ക്, പിന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബോണസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ അതെല്ലാം നിങ്ങൾ പരിഗണിക്കാം. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 31/12/2025 മുന്നേ നിങ്ങൾ താല്പര്യമുള്ള എലിജിബിൾ ആയവർ ഇതിലേക്ക് അപേക്ഷ അയച്ചോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ വേണ്ടി കാണാം. ബൈ.